എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പീരിമേട്ടിൽ ഒരു പ്രത്യേക വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IFFK-യുടെ 2025 ഒരു പുരസ്കാരം നേടിയ ഒരു പീരിമേഡിൻ്റെ ഒരു കൊച്ചു മിടുക്കിയുണ്ട്. തന്തപ്പേർ എന്ന് പറയുന്ന സിനിമയുടെ നായികയാണ്. IFFK-യുടെ ഒരു പ്രത്യേക ലഭിച്ച ആളാണ്. ഇപ്പോൾ അദ്ദേഹമാണ് നമുക്കൊപ്പം ചെയ്യുന്നത്. നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് സിനിമയുടെ വിശേഷങ്ങളെന്നും ഈ ഒരു അവാർഡ് ലഭിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണമെന്നും എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിക്കാം. എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും ആദ്യം തന്നെ പീരിമേഡ് നിവാസികൾക്ക് വേണ്ടി ഞങ്ങൾ നേരുന്നു. എന്താണ് ഈ സിനിമയെക്കുറിച്ചും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അവാർഡിനെ കുറിച്ചും ഒക്കെ പറയാനുള്ളത്? സിനിമ ഒരു 6 വർഷത്തോളം എടുത്ത് ചെയ്ത സിനിമയാണ്. 6 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 4 വർഷം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. അതിന് 2 വർഷം എൻ്റെ ഡയറക്ടർ ഉണ്ണികൃഷ്ണനാവുക. ആള് മലപ്പുറം സ്വദേശിയാണ്. ആള് 2 വർഷത്തോളം റിസർച്ച് ചെയ്തതിന് ശേഷം ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട, അതായത് നായ്ക്കൾ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളുമായിട്ട് ചേർന്ന് സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ 4 വർഷം ഉണ്ടായിരുന്നത്. അതിനുശേഷം അത് 1 വർഷം കൂടെ വെയിറ്റ് ചെയ്തു ഒരു ഫെസ്റ്റിവലിന് ഒരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട്. ഭയങ്കര സന്തോഷമായിരുന്നു. എന്തായാലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ IFFK-യിലെ പ്രധാനപ്പെട്ട 3 അവാർഡുകൾ പാക്കിൻ്റെ മലയാളം സിനിമയ്ക്കുള്ള അവാർഡ്, പിന്നെ ഓഡിയൻസിനുള്ള അവാർഡ്, 3 നമ്മുടെ സിനിമയ്ക്ക് തന്നെയാണ് ഉള്ളത്. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ കഷ്ടപ്പാടിനൊക്കെ കിട്ടിയ ഒരു അംഗീകാരം. അപ്പോൾ ഒരു 6 വർഷം എടുത്തു ഈ ഒരു സിനിമയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിനും ഈ സിനിമയുടെ ആശയം ലോകത്തോട് വിളിച്ച് പറയാനും, അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു 6 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, വർക്ക് ടൈമിലേക്ക് എക്സ്പീരിയൻസ്? ഒരു ചോളനായ്ക്കർ എന്ന് പറയുന്ന ഒരു സമുദായത്തെക്കുറിച്ച് അവരുടെ ജീവിത രീതികളും ഒക്കെ ആയിരിക്കണമല്ലോ ഈ ചിത്രത്തിന്റെ പ്രമേയങ്ങളൊക്കെ ആയിട്ടുണ്ടാവുക. എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കേരളത്തിലുണ്ടെന്ന് അവർക്ക് പ്രത്യേക ഒരു ഭാഷ ആദ്യമായിട്ട് അറിയുന്നത്. അപ്പോൾ ഭാഷയായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ 2-3 ദിവസം ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. പിന്നെ അവരുടെ ഭക്ഷണം, അവർ ഇപ്പോഴും താമസിക്കുന്നത് ദുബായിലാണ്. പുതിയ ഒരു കാര്യമായിട്ട് എങ്ങനെയാണ് അത് സംസാരത്തിലൂടെയാണ് അവർ. ഞാൻ ആ സ്ഥലങ്ങളിൽ പോയിട്ടില്ല, പുറത്താണ് കുറച്ചും കൂടെ അവരുടെ ഊരിന് പുറത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തതൊക്കെ. അപ്പോൾ അവരുടെ ചോദ്യം മനസ്സിലാക്കി ചെയ്യാമെന്നുള്ളതായിരുന്നു ചെയ്തത്. ഓക്കെ, ഒരു വലിയ ത്യാഗം തന്നെയാണ് അല്ലേ? ഒരു 5 വർഷത്തെ കാത്തിരിപ്പിനിടയ്ക്കുള്ള വർക്കൗട്ടുകൾ ഇവയെല്ലാം ആ ഒരു ത്യാഗത്തിന്റെ നല്ലൊരു ഫലം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ പീരിമേഡ് നിവാസികൾ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഭാവിയിൽ വരുന്ന എല്ലാ പ്രോജക്റ്റുകൾക്കും ഞങ്ങളുടെ ഒക്കെ എന്താ പറയുക, പ്രാർത്ഥനകളും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകും. ഇനിയും കൂടുതൽ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ ഈ കൊച്ചുമിടുക്കിക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ഞാൻ തന്നെയായിരുന്നു.